CPIM നേതാവായിരുന്ന തെറ്റുവഴിയിലെ KT കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ 13ാം അനുസ്മരണവും അനുമോദനവും തെറ്റുവഴിയിൽ വെച്ച് നടന്നു. മണത്തണ ലോക്കൽ സെക്രട്ടറി K. അർഷാദിന്റെ അധ്യക്ഷതയിൽ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ പരാജയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചൊരു പരാജയമല്ല. കേവലം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനെ പരിശോധിക്കേണ്ടത്. ആ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ CPIMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഈ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുക എന്നതാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. നമുക്കറിയാം, ഭരണമാറ്റം കൊണ്ടായിട്ട് ഒരു ഭരണത്തെ സംബന്ധിച്ച് അതിന്റെ ഭരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുള്ള സമയമായിട്ടില്ല, അതിൽ അടക്കുന്നതിന് വേണ്ടി ഒരു സമയമായിട്ടില്ല. ഞങ്ങൾക്കറിയാം 5 വർഷമാണ് മാൻഡേറ്റ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ 5 വർഷം UDF ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് UDF തെരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷെ ആ ഭരണം ഏതെങ്കിലും നിലയിൽ മോശം ഭരണമാണെന്ന് പറയാൻ വേണ്ടിയല്ല. പക്ഷെ എങ്ങനെയാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത്, എന്താണ് ഇതിന്റെ വളരെ ചുരുങ്ങിയ സമയമായിട്ടില്ലെങ്കിൽ പോലും അടുത്ത 5 വർഷക്കാലത്തിനിടയിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നതിന്റെ ഒരു നേർക്കാഴ്ച ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള സമൂഹം അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആശാവഹമല്ല, അത് ഒരു ജനങ്ങളെ സംബന്ധിച്ച് ആശാവഹമല്ല എന്നത് അധികാരത്തിലേറിയ നാൾ മുതൽ ഈ ദിവസം പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം നവ്യ സുരേഷ് SSLC +2 വിജയികളെ അനുമോദിച്ചു. 12ാം വാർഡ് മെമ്പർ CA മുന, KK രാജൻ, പ്രദീപൻ പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.